നമുക്ക് സ്തുതിക്കാം. ഇന്ന് ഈ രാത്രികാലത്തെ ബൈബിൾ പഠനം വളരെ അനുഗ്രഹമായി തീരുവാൻ നമുക്ക് കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കാം. 2-3 പേർ ദൈവനാമത്തിൽ അവിടെ കൂടിയാൽ അവിടെ നടുവിൽ ദൈവസാന്നിധ്യം ഉണ്ടല്ലോ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ ദാസനെ ശക്തിയോടെ ഉപയോഗിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ബൈബിൾ കോളേജിനെയും കടന്നു എല്ലാ ദൈവമക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കുവാൻ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹേമിക്കുന്ന ഒരാൾക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ നന്ദിയോട് സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവേ, സ്തോത്ര പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ. അപ്പൊ ഈ പ്രാർത്ഥനത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം കൃപയും കന്യമാദയമുള്ള കർത്താവേ, അവിടുത്തെ മാറ്റമില്ലാത്ത ദൈവവചനം കർത്താവേ, സ്തോത്ര ഹല്ലേലൂയ. കർത്താവ് പരിശുദ്ധാത്മാവിനെ എഴുതപ്പെട്ട വചനം അതേ ആത്മാവിൽ ഗ്രഹിക്കാൻ തക്കവണ്ണം കർത്താവ് കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, സ്തോത്രം പഠിപ്പിക്കുന്ന ദേവദാസന്റെ കർത്താവ്, അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കുന്ന കർത്താവെ, സ്തോത്ര വചനത്തിന്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തി കർത്താവ് ഞങ്ങളിൽ വരാൻ തക്കവണ്ണം കർത്താവ് കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കൂടുതലായിട്ട് കർത്താവ് അനുഗ്രഹിച്ച് മാനിക്കണം കർത്താവ്, സ്തോത്ര ഹല്ലേലൂയ. കർത്താവ് ഇതിന്റെ കർത്താവ് മേൽനോട്ടം വഹിക്കുന്ന കർത്താവ്, സാറ്റിപ്പാസ്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ്, സ്തോത്രം ആയിട്ട് നടത്തുന്ന കർത്താവിന്റെ കൃപ സാന്നിധ്യത്തെ കൂടി ഇരുന്ന് കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, യാത്ര ലാലു പാസ്ന കർത്താവ് അനുഗ്രഹിക്കണം, മാനിക്കണം കർത്താവ്. ഒരിക്കൽ കൂടി കർത്താവ് ഈ പ്ലാറ്റ്ഫോമിന്റെ കർത്താവ് അനുഗ്രഹിക്കാൻ കടന്നു വന്ന കർത്താവ്, സ്വത്ത് ദേവദാസന്മാരെ കർത്താവ്, സ്വത്ത് എല്ലാവരും കർത്താവ് ഒരേപോലെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടായി സ്വത്തം മാനുമാത്രം സ്വർഗത്തിൽ അപ്പനെടുക്കണം. സർവശക്തനായ കർത്താവ് യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അപ്പൊ ആ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ബ്രദർ ഫെർണാണ്ടസ്. പ്രാർത്ഥിച്ചതിനായിട്ട് നന്ദി. നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ലാലു ജേക്കബും തന്റെ വൈഫും ഡാളസിൽ എയർപോർട്ടിൽ എത്തിയെന്ന് അറിയിച്ചിട്ടുണ്ട്. അവിടെ അതിന്റെ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചതിന് നന്ദി. കർത്താവിന്റെ ദാസനോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ കൃപകൾ സൂക്ഷിക്കുവാനും നാളത്തെ ഓർഡിനേഷൻ സർവീസ് വളരെ അനുഗ്രഹമായി നടക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രിക്കാലം നിങ്ങൾ അറിഞ്ഞതുപോലെ ഒരു ചേഞ്ച് ഉണ്ട്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു പി തോമസ് ഇന്ന് തിയോളജിയെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നതായിരിക്കും. ആ ചേഞ്ച് നിങ്ങളെ അറിയിച്ചിട്ടുണ്ടല്ലോ. ഇന്ന് കർത്താവിന്റെ ദാസനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ ആദരവോടും സ്നേഹത്തോടും കർത്താവിന്റെ ദാസനെ ഇന്നത്തെ പഠനത്തിന് വേണ്ടി ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. പാസ്റ്റർ മാത്യു പി തോമസ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. താങ്ക് യു. ഓക്കെ, വിശേഷാൽ ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടി വരുവാൻ ദൈവമായ കർത്താവ് നൽകി തന്ന സാവകാശം ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് നാം പ്രാരംഭ വാക്കുകൾ കേട്ടതുപോലെ തന്നെ ഇന്ന് ഈ മീറ്റിങ്ങിന് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട പാസ്റ്റർ ഷാജി കെ ഡാനിയൽ അവരോടും, അപ്പോൾ തന്നെ നമ്മുടെ പ്രിയ ലാലു സാറും മറ്റും യാത്രയിൽ ഡാളസിൽ എത്തിയെന്ന് കേൾപ്പാൻ കഴിഞ്ഞല്ലോ. വീണ്ടും അവിടെ നാളെ നടക്കുന്ന ഓർഡിനേഷൻ സർവീസിന് വേണ്ടി നമ്മുടെ ഒരു ഉത്തരവാദിത്വം കടപ്പാടുമാണല്ലോ നമുക്ക് എവർക്കും പ്രാർത്ഥനയിൽ അത് ഓർക്കേണ്ടത് അനിവാര്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം പിന്നെയും നമ്മെ പ്രാപ്തരാക്കുകയും അതെ സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് വളരെ ആത്മാർത്ഥതയോടുകൂടെ ഞാനും ഈ സമയം അതെ പറയുന്നു. നമുക്ക് അതുകൊണ്ട് തന്നെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഇങ്ങനെ ഇന്നത്തെ ദിവസം നമ്മുടെ ഷാജൻ പാറക്കടവിൽ സാർ എടുക്കേണ്ട ക്ലാസ്സാണെന്നറിയാം. അദ്ദേഹത്തിന് ഒരു അത്യാവശ്യമായ ചില കാര്യം വന്നതുകൊണ്ട് ഞാൻ ഇന്നിങ്ങനെ ക്ലാസ് എടുക്കുന്നു. നമുക്കിതിലേക്ക് പ്രവേശിക്കാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുശാസ്ത്രമാണ്. ക്രിസ്റ്റോളജി, തിയോളജിയിൽ ക്രിസ്തുശാസ്ത്രം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ക്രിസ്തുശാസ്ത്രത്തിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, യേശു ക്രിസ്തു ദൈവം ആണോ? യേശു ക്രിസ്തു ദൈവമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് എല്ലാവരും ദൈവമാണെന്ന് പറയും. ആരുടെയും കുറ്റമല്ല. പക്ഷെ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമായില്ല. നമ്മൾ തെളിയിക്കണം, കാര്യകാരണ സഹിതം തെളിയിച്ചു കൊടുക്കണം. അപ്പൊ അതിനെന്താണ് മാർഗം? അതിന് കുറഞ്ഞത് ഒരു 5 പാഠങ്ങളെങ്കിലും നമ്മൾ പഠിക്കണം. അതിൽ ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നതായിരുന്നു, സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനകത്ത് ഒന്നാമത്തെ പാഠമാണ് നമ്മൾ ശരിക്കും പഠിക്കുന്നത് പോലെ തന്നെ നാം അറിയുന്നത് പോലെ തന്നെ അത് യേശു ക്രിസ്തുവിൻ്റെ ദൈവിക നാമങ്ങൾ എന്നുള്ളതാണ് അതിനകത്ത് ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത്. അപ്പൊ യേശു ക്രിസ്തുവിൻ്റെ ദൈവിക നാമങ്ങൾ, യേശു ക്രിസ്തുവിൻ്റെ ദൈവിക നാമങ്ങൾ എന്നാ പറയുമ്പോൾ
തീർച്ചയായിട്ടും നാം അതിൽ കഴിഞ്ഞ ദിവസം നമുക്കത് വളരെ വ്യക്തമായിട്ട് പഠിക്കുവാനായിട്ട് കഴിഞ്ഞതാണ് എന്ന കാര്യം ഞാൻ ഇത്തരത്തിൽ അത് ഓർക്കുകയാണ്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആ വലിയൊരു പ്രവർത്തനങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ സ്നേഹം, വിശുദ്ധൻ, സത്യം, ഓമിനി പൊട്ടന്റ്, ഓമിനി പ്രസൻസ്, ഒമിനീഷ്യന്റ്, ഇതെല്ലാം നമ്മൾ യേശുവിൽ തെളിയിക്കപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ ജസ്റ്റ് ഒരു മുഖവുര പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് മൂന്നാമത്തെ കാര്യം. അപ്പൊ ഒന്നാമത്തെ കാര്യം ദൈവിക നാമങ്ങളായിരുന്നു. രണ്ടാമത്തെ കാര്യം ഡിവൈൻ ആട്രിബ്യൂട്ട്സ്, ദൈവിക ഗുണലക്ഷണങ്ങളെല്ലാം ക്രിസ്തുവിൽ ഉണ്ടെന്ന് നമ്മൾ തെളിയിച്ചു. മൂന്നാമത്തെ കാര്യം ഡിവൈൻ റെസ്പോൺസിബിലിറ്റീസ് ആർ മാനിഫെസ്റ്റഡ് ഇൻ ക്രൈസ്റ്റ്. എന്ന് പറഞ്ഞാൽ എന്താ ഡിവൈൻ റെസ്പോൺസിബിലിറ്റീസ്? അതായത് ദൈവത്തിൻ്റെ ചുമതലകൾ, ദൈവിക ചുമതലകൾ ക്രിസ്തുവിൽ ഉണ്ടെന്ന് നമ്മൾ തെളിയിക്കുകയാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ ദൈവിക ചുമതലകൾ, അതായത് ദൈവത്തിൻ്റെ മാത്രമുള്ള ചുമതലകളുണ്ട്. ദൈവത്തിൻ്റെ മാത്രമുള്ള ചുമതല എന്ന് പറഞ്ഞാൽ ദൈവം മാത്രം ചെയ്യുന്ന ഡ്യൂട്ടി. ഇപ്പൊ ഒന്ന്, എന്താണ് ദൈവം മാത്രം ചെയ്യുന്നത്? ക്രിയേഷൻ, സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് ദൈവം മാത്രമേ ചെയ്യുന്നുള്ളൂ. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവമാണ് സകലത്തിൻ്റെയും സൃഷ്ടിതാവ്. തിയോളജി പ്രോപ്പറിൽ നമ്മളത് വളരെ വ്യക്തമായി പഠിക്കുകയും ചെയ്തു. ദൈവമാണ് സകലത്തിൻ്റെയും സൃഷ്ടിതാവ്. അപ്പൊ ആ ദൈവത്തിൻ്റെ മാത്രമുള്ള ഗുണവിശേഷണങ്ങൾ, അല്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ മാത്രം ചുമതലയാണ് സൃഷ്ടിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ അന്വേഷണം, യേശു ക്രിസ്തു സൃഷ്ടിതാവാണോ അതോ സൃഷ്ടിയാണോ? യഹോവ സാക്ഷികളെ പോലുള്ളവർ പറയുന്നത് യേശു ക്രിസ്തു സൃഷ്ടിയാണെന്നാ പറയുന്നത്. യേശു ക്രിസ്തു ഒരിക്കലും സൃഷ്ടിതാവല്ല, യേശു ക്രിസ്തു സൃഷ്ടിയാണ്. അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന പല സഭകളും ഉണ്ട്, പല സംഘടനകളും ഉണ്ട് എന്ന കാര്യം ഓർപ്പിക്കുന്നു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു സത്യത്തിൽ സൃഷ്ടിതാവാണോ? യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം കണ്ടോ? യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം എന്താ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അവനെ കൂടാതെ സൃഷ്ടിക്കപ്പെട്ട ഒരു കാര്യവുമില്ല. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അതിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആദിയിൽ അതിനടുത്ത വാക്യങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത് അവനെ കൂടാതെ ഉളവായതൊന്നുമില്ല. വാട്ട് ഇറ്റ് മീൻസ്? സകലത്തിൻ്റെയും സൃഷ്ടിതാവ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. അപ്പൊ യേശു ക്രിസ്തു സൃഷ്ടിതാവാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് അവിടെയും ലഭിക്കുന്ന ഒരു പാഠം, യേശു ക്രിസ്തു സൃഷ്ടിതാവാണ് എന്ന് നമുക്ക് കൊലോസ്യ ലേഖനം 1-15 നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിയുടെയും ആദ്യജാതനുമാകുന്നു. ഉണ്ടോ? സർവ സൃഷ്ടിയുടെയും ആദ്യജാതൻ. അപ്പം സകലത്തിൻ്റെയും, സകല സൃഷ്ടികളുടെയും ആദ്യജാതൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് താൻ സൃഷ്ടിതാവാണെന്നുള്ള അർത്ഥത്തിലാണ്. സകലത്തിൻ്റെയും സൃഷ്ടിതാവാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. എബ്രായ ലേഖനത്തിലും അത് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു എന്ന് തുടങ്ങിയുള്ള വാക്യങ്ങൾ നമുക്ക് ലഭ്യമാണ്. അപ്പൊ ഈ വാക്യങ്ങളുടെ പിൻബലത്തിൽ നമ്മൾ സ്ഥാപിക്കുന്നത്, ഒന്ന്, ദൈവം സൃഷ്ടിതാവാണ്, യേശു ക്രിസ്തുവും സൃഷ്ടിതാവാണ്. ഇനി നമ്പർ 2, നമ്മൾ അന്ന് പറഞ്ഞു ദൈവം സൃഷ്ടിതാവെന്ന് മാത്രമല്ല, ദൈവം അതെ സംരക്ഷണ നൽകുന്നവനാണ്. പ്രിസർവ് ചെയ്യുന്നു, സംരക്ഷണ ചെയ്യുന്നു.
അപ്പൊ പരിപാലനം നൽകുന്നു. ദൈവമാണ് സൃഷ്ടികൾക്ക് മുഴുവൻ പരിപാലനം നൽകുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രിസർവ് ചെയ്യുന്നു, അല്ലെങ്കിൽ പരിപാലനം നൽകുന്നു, സംരക്ഷിക്കുന്നു, സൂക്ഷിക്കുന്നു. എബ്രായലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഓക്കെ, ഒരു വാക്യം ഒന്ന് വായിച്ചോളൂ. നിങ്ങൾ ആരെങ്കിലും ഒരാൾ വായിച്ചോളൂ. എബ്രായലേഖനം 1:3. അവൻ അവന്റെ തേജസ്സിന്റെയും പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും. ഓക്കെ, അപ്പൊ ശക്തിയുള്ള വചനത്താൽ ക്രിസ്തു താൻ ഇതെല്ലാം വഹിക്കുന്നു എന്നെഴുതി വെച്ചിരിക്കുക. സകലത്തെയും അതെ താൻ സംരക്ഷിക്കുന്നു. ഈ പ്രപഞ്ചത്തിന് സ്വയം നിൽക്കുവാൻ സാധ്യമല്ല, എന്നാൽ അവയെ നിലനിർത്തുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആണ് എന്ന് വളരെ വ്യക്തതയോടുകൂടെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. കൊലോസ്യ ലേഖനം മുമ്പേ നമ്മൾ 1:15 വാക്യം ഞാൻ ഉദ്ധരിച്ചിരുന്നു. 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? കൊലോസ്യൻസ് 1:17. അവൻ സർവത്തിന് മുമ്പേ ഉള്ളവൻ, അവൻ സർവത്തിന് മുൻപേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. എത്ര ക്ലിയർ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സകലത്തിനും മുൻപേ ഉള്ളവനാണ്. അടുത്ത പദം കൂടെ, സകലതും അവൻ സൃഷ്ടിക്കപ്പെട്ടു, അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു എന്നല്ലേ അടുത്ത വാക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നോക്കുക, സകലത്തെയും സംരക്ഷിക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. 1 പത്രോസ് 5:7 വാക്യം നമുക്ക് കാണാതറിയാവുന്നതാണ്. മറ്റൊന്നുമല്ല, നമുക്ക് ആ വാക്യമൊക്കെ 7-8 വാക്യം കാണാതെ നമുക്ക് അവർക്ക് കരുതുന്നതാകയാൽ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ അതെ ഇട്ടുകൊള്ളുവിൻ. ശ്രദ്ധിക്കൂ. 3-ാമത്തെ കാര്യം, പാപങ്ങളുടെ മോചനം നൽകുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയുമോ? ദൈവമാണ് മാനവലോകത്തെ സൃഷ്ടിച്ചത്, മാനവലോകത്തിന് സംരക്ഷണം നൽകുന്നത്. അങ്ങനെയെങ്കിൽ ദൈവമല്ലേ പാപങ്ങളെ മോചിക്കുന്നത്? അതെ. യേശുവിന് പാപങ്ങളെ മോചിക്കാൻ കഴിയുമോ? അപ്പൊ ദൈവത്തിന്റെ മാത്രം അധികാരപരിധിയിൽപ്പെട്ട കാര്യങ്ങൾ യേശു ചെയ്യുന്നുണ്ടോ? മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിനകത്ത് 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ മുഴുവൻ വായിക്കണ്ട. അതിന്റെ 10-ാമത്തെ 11-ാമത്തെ വാക്യം മാത്രം വായിക്കും. 10 and 11. എന്നാൽ അവൻ പക്ഷവാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, മനുഷ്യപുത്രന് പാപങ്ങളെ മോചിക്കാൻ അധികാരമുണ്ട് എന്ന് തെളിയിക്കേണ്ടതിന്. അപ്പൊ ശ്രദ്ധിച്ചേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പാപങ്ങളെ മോചിച്ചവനാണ്. പാപിനിയായ ഒരു സ്ത്രീയെ പിടിച്ചിരുന്നല്ലോ. പാപിനിയായ ഒരു സ്ത്രീയെ പിടിച്ചിട്ട് കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലണം. ആ കുറ്റം ചെയ്ത സഹോദരിയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ നിൽക്കുമ്പോൾ യേശു അതുവഴി വരികയായിരുന്നു. അപ്പോഴാണ് യേശുവിനോട് അവർ ചോദിച്ചു, ഗുരു, ഒരു കാര്യം ചെയ്യാമോ? താങ്കൾ എന്ത് പറയുന്നു? വേണ്ട, മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് മരണശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കപ്പെട്ട ഒരു വ്യക്തിയാണിത്. ഞങ്ങൾ കല്ലെറിഞ്ഞ് കൊല്ലാൻ പോവാ. നീ എന്ത് പറയുന്നു? എന്താ യേശു ക്രിസ്തു ഉത്തരം പറഞ്ഞത്? നിങ്ങളിൽ പാപം ചെയ്തിട്ടില്ലാത്തവർ കല്ലെറിയാൻ പറഞ്ഞു. നിങ്ങൾ പാപം ചെയ്തിട്ടില്ലാത്തവർ കല്ലെറിയാൻ പറഞ്ഞപ്പോൾ അവരാരും കല്ലെറിഞ്ഞില്ല. നോക്കൂ, യേശു ചോദിച്ചു, ഒരാരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലേ? ഇല്ല ഗുരു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. പകരം നീ ചെയ്യേണ്ട കാര്യം, ഇന്ന് വരെയുള്ള നിന്റെ പാപങ്ങൾ ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, ഇനിമേലാൽ പാപം ചെയ്യരുത്. നോക്കൂ, പാപങ്ങളെ മോചിക്കാൻ കഴിവുള്ളവനാണ്
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. മത്തായി സുവിശേഷം 9:2-6 വരെയുള്ള വാക്യങ്ങളിലും എഴുതിയിരിക്കുന്നത് അത് ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്നാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മുടെ പാപങ്ങൾ മോചിക്കുവാൻ കഴിവുള്ള ഒരുവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്നാനത്തിനല്ല പാപമോചനം. ശരിയായ ഡോക്ട്രിൻ നമ്മൾ പഠിക്കണം. ശരിയായ ഡോക്ട്രിൻ. പാപങ്ങളുടെ മോചനത്തിനല്ല സ്നാനം, പാപങ്ങളുടെ മോചനത്തിന്. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് തിരിവീൻ എന്നല്ലേ അപ്പോസ്തല പ്രവൃത്തിയിൽ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സത്യത്തിൽ നമ്മുടെ പാപങ്ങൾ മോചിച്ചു തരുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. പാപങ്ങൾ മോചിച്ചു കിട്ടിയവരാണ് സ്നാനപ്പെടേണ്ടത്. യേശുക്രിസ്തുവിനെ അനുസരിക്കുന്ന തന്റെ കൽപ്പനകളുടെ അനുസരണമാണ് സ്നാനം എന്ന് പറയുന്നത്. അപ്പോൾ പാപങ്ങളുടെ മോചനം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിർവഹിക്കുന്നു. റൈസ്ഡ് ദ ഡെഡ്, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ദൈവത്തിന് മാത്രമുള്ള ഡ്യൂട്ടിയാ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ കണ്ടല്ലോ, മരിച്ചവരെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രധാനമായും 3 വ്യക്തികളെയാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചത് തന്റെ ഐഹിക ജീവിതകാലത്ത്. ഒന്ന് നയിലെ വിധവയുടെ മകൻ, 2 യായിറോസിന്റെ മകള്, 3 ലാസർ. ഈ 3 പേരെയാണ് ഉയർപ്പിച്ചത്. ആ 3 വാക്യം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ 3 പേരെ ഉയർപ്പിച്ചു. യായിറോസിന്റെ മകള്, നയിലെ വിധവയുടെ മകന്, അപ്പോൾ തന്നെ ലാസർ. ഇവരെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കാനായിട്ടിടയായി. ശ്രദ്ധിക്കൂ, യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചെങ്കിലും ഇന്നത്തെ ക്ലാസ്സിന്റെ ഈ ഒരു കാര്യത്തിനൊന്ന് വായിച്ചു നോക്കിയേ. 5:21 യോഹന്നാൻ സുവിശേഷം 5:21. പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രൻ താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. മതിയല്ലോ. പിതാവ് തനിക്ക് ഇഷ്ടമുള്ളവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? മരിച്ചവരെ ഉയർപ്പിക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. റോമലേഖനം 8:11 ഒരു നിമിഷം ഒന്ന് എടുക്കുമോ? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. എത്ര ഗൗരവമാണ് വാക്യം നോക്കിയേ. യേശു ക്രിസ്തുവിനെ കല്ലറകളിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് എന്നിലും നിങ്ങളിലും വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ ഉയർപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ മൃതശരീരങ്ങളെ ഉയർപ്പിക്കും എന്നത്ര ക്ലിയർ ആയിട്ടാണ് വിശുദ്ധ ബൈബിൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. എത്രയധികം നാം ഒന്ന് ഗ്രഹിക്കണം. നാം പ്രാപിച്ച പരിശുദ്ധാത്മാവ് നമ്മുടെ മരണം കൊണ്ട് നമ്മളെ വിട്ടു പോകുന്നില്ല എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. അവന്റെ ഡ്യൂട്ടി തീർന്നിട്ടില്ല, ഉത്തരവാദിത്തം കഴിഞ്ഞില്ല. എപ്പോഴാ തീരുന്നത്? കാഹളമൊന്നിക്കുമ്പോൾ നമ്മൾ എവിടെ അടക്കപ്പെട്ടോ അവിടെ വന്ന് മണ്ണോട് മണ്ണ് ചേർന്ന് നമ്മെ അതിൽ നിന്ന് ജീവൻ പകർന്നുകൊണ്ട് ക്രിസ്തുയേശുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു എങ്കിൽ നാം മൃതശരീരമായ നമ്മുടെ ശരീരത്തിൽ ജീവൻ പകർന്നുകൊണ്ട് അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്നെ ഗൗരവമാണ് നമ്മൾ ഓർത്തേക്ക്. അപ്പോ നാം ഒന്ന് ഗ്രഹിക്കുക, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ. തീർന്നില്ല. ട്രാൻസ്ഫോർമേഷൻ, അതെന്താ ഞാൻ അങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാൽ പുനരുത്ഥാന ജീവിതം നമുക്ക് നൽകുന്നു. അപ്പൊ തന്നെ രൂപാന്തരം നൽകുന്നു. അതാണ് ട്രാൻസ്ഫോർമേഷൻ. രൂപാന്തരം നൽകുന്നു. നമുക്കറിയാവുന്ന വാക്യങ്ങളൊക്കെ തന്നെ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം.
അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. എത്ര ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്നു. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തുകയാണ്. നോക്കണേ, അങ്ങനെയെങ്കിൽ ഒരു പുനരുത്ഥാനം നൽകുവാൻ, അപ്പോൾ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ നൽകുവാൻ, രൂപാന്തരം നൽകുവാൻ നമ്മുടെ അരുമരക്ഷകനായ നമ്മുടെ കർത്താവിന് കഴിയും. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 28-29 എന്ന് വായിക്കുന്നു. ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ളവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ടു. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. നന്മ ചെയ്തവർ നിത്യജീവനായും തിന്മ ചെയ്തവർ നിത്യനാശത്തിനായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. സകല മൺമറഞ്ഞു പോയവരും ഉയർത്തെഴുന്നേറ്റ് വരും. ഒന്നുകൂടെ ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. മൺമറഞ്ഞു പോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് വരുമെന്നല്ല ഞാൻ പറഞ്ഞത്. മൺമറഞ്ഞു പോയ വിശുദ്ധന്മാരും മൺമറഞ്ഞു പോയ അശുദ്ധന്മാരും ഉയർത്തെഴുന്നേറ്റ് വരും. ഈ ലോകത്തിൽ ജനിച്ച് മരിച്ച സകല പേരും ഉയർത്തെഴുന്നേറ്റ് വരും. മരിക്കാത്ത ആൾക്കാര് രൂപാന്തരപ്പെടുവാനായിട്ടും ഇടയായിത്തീരും. എന്നാൽ ഇത് 2 ഒക്കേഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. അവസരങ്ങൾ വ്യത്യാസമുണ്ട്. കാഹളധ്വനിയെങ്കിൽ സകല മരിച്ചുപോയ വിശുദ്ധന്മാരും മാത്രമേ ഉയർത്തെഴുന്നേറ്റ് വരത്തുള്ളൂ. ജീവനോടെയുള്ള വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിക്കും. എന്നാൽ അതിനുശേഷം ഏകദേശം ഒരു 7 വർഷത്തിന് ശേഷം നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് വരുന്നു. പിന്നീട് ഒരു 1000-ാം ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം സകല ദുഷ്ടന്മാരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നുണ്ട് അന്ത്യന്യായ വിധിക്ക് വേണ്ടി. ശ്രദ്ധിക്കൂ, യേശുക്രിസ്തു പറഞ്ഞ വാക്കിന് ഈ 2 ഉയർത്തെഴുന്നേൽപ്പ് തമ്മിൽ ഒത്തിരി വർഷങ്ങളുടെ വ്യത്യാസം ഉണ്ടായിരുന്നു. നന്മ ചെയ്തവർ നിത്യജീവനായും തിന്മ ചെയ്തവർ നിത്യനാശത്തിനായും പുനരുത്ഥാനം ചെയ്യുന്ന നാഴിക വരുന്നു എന്ന് പറഞ്ഞ ഈ ഉയർത്തെഴുന്നേൽപ്പുകൾ തമ്മിൽ കുറഞ്ഞ 1007 വർഷത്തെയെങ്കിലും വ്യത്യാസമുണ്ട്. എങ്കിലും സകല പേരും ഉയർത്തെഴുന്നേറ്റു വരും. 1 യോഹന്നാൻ 3:1-2 ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായക കൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകുമെന്ന് നാം അറിയുന്നു. ഓക്കെ, അവനോട് സദൃശ്യന്മാരാകും. ഉണ്ടോ? ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു. നെക്സ്റ്റ് വൺ, ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ ദൈവം നൽകുകയാണ്. നിത്യജീവൻ നൽകുകയാണ്. കേട്ടോ, ദൈവം നമുക്ക് നിത്യജീവൻ നൽകും. യോഹന്നാൻ സുവിശേഷം 10-28 വാക്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാൾ നശിച്ചു പോകുകയില്ല. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, ഒരു നാളും ആർക്കും അത് കവർന്നെടുക്കാൻ സാധ്യമല്ല. എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാവുന്നവനാർ. വാത്സല്യ സഹോദരങ്ങളെ, നമ്മ വാക്യം ഒന്ന് ഗ്രഹിക്കണം. എന്നാ ഗൗരവമേറിയ വാക്കാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. 17-ാം അധ്യായം 2-ാം വാക്യം. നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. കേട്ടോ, നീ അവയ്ക്ക് നിത്യജീവൻ നൽകേണ്ടതിന്. അപ്പൊ നിത്യജീവൻ നൽകുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ അവർക്ക് നിത്യജീവൻ നൽകും. 6-ാം അധ്യായത്തിന്റെ 68-ാം വാക്യവും അങ്ങനെ തന്നെയല്ലേ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുള്ളത്. ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കൽ ഉണ്ട്. ഓക്കെ, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്ത് പോകാനാ? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. അപ്പൊ നിത്യജീവൻ നൽകുന്നവനാണ്
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് ഓർക്കുക. ഞാൻ ഈ നിത്യജീവനെ കുറിച്ച് പറയുമ്പം എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു കാര്യം ഇതാണ്. ഞാൻ ഒരിക്കൽ ഈ മെഡിക്കൽ എക്സിബിഷൻ കാണാൻ വേണ്ടി പോയി. മെഡക്സ് എന്ന് പറയും, മെഡിക്കൽ എക്സിബിഷൻ കാണാൻ പോയപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ നിങ്ങളുടെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും പറയപ്പെടുന്ന ഒരു ബോർഡ് ഉണ്ട്. അപ്പൊ ഈ ഭൂതകാലം പറയുന്നത് മുറിക്കകത്ത് കയറിയപ്പോൾ അവിടെ ഒരു മേശ ഇരിപ്പുണ്ട്. മേശയിൽ വലിയ കുപ്പി ഇരിപ്പുണ്ട്. എന്നോട് ഞാൻ കുപ്പിയിലേക്ക് നോക്കാൻ പറഞ്ഞു. ഞാൻ കുപ്പിയിലേക്ക് നോക്കി. ഇതെന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞ അറിയത്തില്ല. പറഞ്ഞു ഇത് ഗർഭസ്ഥ ശിശുവിന്റെ ഭ്രൂണമാണ്, ഇതായിരുന്നു നിങ്ങളുടെ ഭൂതകാലം. മെഡിക്കൽ എക്സിബിഷനിൽ കറക്റ്റ് അല്ലേ? ഭൂതകാലം അമ്മയുടെ ഉദരത്തിന് പിണ്ടാകാരമായി. വർത്തമാനകാലം പറയുന്ന മുറിക്കകത്തൊരു വലിയൊരു കണ്ണാടി വെച്ചിട്ടുണ്ട്. എന്നോട് ഞങ്ങൾ കയറി നിൽക്കാൻ പറഞ്ഞു. നിന്നു കണ്ണാടി നോക്കാൻ പറഞ്ഞു. നോക്കി. ഈ കണ്ണാടി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളുടെ വർത്തമാനകാലം എന്ന്. അതും ശരിയാണല്ലോ. അടുത്ത മുറിയിൽ കയറി ഭാവി കാലം പറയുന്ന മുറിയിൽ കയറി. അവിടെ ചെന്നപ്പോൾ ഒരു മേശയുടെ നടുക്കൊരു കിഴുത്തിയുണ്ട്. എന്നോട് പറഞ്ഞു ഒരു കണ്ണടച്ച് ഈ കിഴുത്തെ നോക്കിക്കോണം, ഭാവി അറിയാൻ പോവാതെ. ഞാനൊരു കണ്ണുമൊക്കെ പൊത്തിപ്പിടിച്ച് ഭാവി അറിയാൻ ആ കിഴുത്തക്കകത്തോട് നോക്കി. കിഴുത്തക്കകത്ത് നോക്കുമ്പോൾ ഇരുട്ടാ കാണുന്നത്. അവർ പറഞ്ഞ് സ്വിച്ച് ഓൺ ചെയ്യാൻ പോവുക, ഇപ്പൊ ഭാവി അറിയുന്നു. വളരെ ആകാംക്ഷാഭരിതനായി ഞാൻ എൻ്റെ ഇമ വെട്ടാതെ അതിനകത്തോട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ച ഒരു തലയോട്ടിയും 2 എല്ലും കഷ്ണങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. ഇതായിരിക്കും നിങ്ങളുടെ ഭാവി എന്ന് പറയും. ശ്രദ്ധിക്കുക. ഇന്റർലിങ്ക് പോസ്റ്റേലോ ഈ ട്രാൻസ്ഫോമറിലോ ഒക്കെ വെച്ച് കണ്ടിട്ടില്ലേ? തലയോട്ടി 2 എല്ലും മുട്ടി ഇങ്ങനെ ഇരിക്കുന്നത്. എന്നെ തൊട്ടാൽ ഇതാണ് നിങ്ങളുടെ ഭാവി എന്നാ. ഇവിടെയാണ് യേശു ക്രിസ്തു പറഞ്ഞത്. മനസ്സിലാക്കൂ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരണം കാണുകയില്ല, അവൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കുമെന്ന് യേശു പറഞ്ഞെങ്കിൽ അത് അങ്ങനെ തന്നെയല്ലേ? നമുക്ക് നിത്യജീവൻ നൽകുവാൻ കഴിയുന്നവനായിരുന്നു യേശു ക്രിസ്തു. 7ാമത്തെ കാര്യം, ജഡ്ജ്മെന്റ്. ന്യായവിധി നൽകുന്നവനാണ്, അഥവാ ന്യായവിധി നടത്തുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ന്യായവിധി നടത്തുന്നവൻ ഉണ്ടോ? 2 തീമോഥെയോസ് 4-ാം അധ്യായം 1-ാം വാക്യം. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള യേശു ക്രിസ്തുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. ഓക്കെ, അവിടെ വളരെ ഈ വാക്ക് നമ്മൾ കല്യാണത്തിനൊക്കെ ഉപയോഗിക്കാറുണ്ടെന്ന് തോന്നുന്നു. ജീവികളെയും മരിച്ചുപോയവരെയും ന്യായം വിധിക്കുന്ന കർത്താവായ യേശു. ജീവികൾ എന്ന് പറഞ്ഞാൽ ജീവനുള്ളവർ. ജീവനുള്ളവരെയും മരിച്ചുപോയവരെയും ഒരുപോലെ ന്യായം വിധിക്കാൻ കഴിവുള്ളവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞാ ചോദിക്കുന്നു. നിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ഇന്നയാളെ നിന്റെ ഭാര്യയെ സ്വീകരിക്കാൻ മനസ്സുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. എന്നെ ഗൗരവമേറിയ വാക്കുകളാണ്. നോക്കൂ, യേശു ക്രിസ്തു ജഡ്ജ്മെന്റ് നടത്തുന്നവനാണ്. നോക്കൂ, മത്തായിയുടെ സുവിശേഷത്തിലെ വായിക്കേണ്ട, യോഹന്നാന്റെ സുവിശേഷം വരാം. 5-ാം അധ്യായം 21 മുതൽ ഉള്ള 1-2 വാക്യങ്ങൾ 23 വരെ ഒന്ന് വായിച്ചോളൂ. പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെ ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഓക്കെ, മതി. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, എത്ര ക്ലിയർ ആണ് ആ വചനം. എത്രയോ കറക്റ്റ് ആയിട്ടാണ് വചനം പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? പിതാവിനെ എല്ലാവരും ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കണം. കാരണം പിതാവാരെയും ന്യായം വിധിക്കുന്നില്ല, ന്യായവിധി മുഴുവൻ പുത്രന് കൊടുത്തിരിക്കുക. ഇത് പറയുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന ചിത്രം എന്നാണെന്നറിയാവോ? ഏറ്റവും വലിയൊരു ചിത്രം എന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ആ ചിത്രം മറ്റൊന്നുമല്ല, നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതായ ഒരു ചിത്രമാണ്. പീലാത്തോസിന് മുമ്പിൽ യേശു ക്രിസ്തു നിൽക്കുന്നു. പീലാത്തോസ് യേശുവിനോട് പല ചോദ്യങ്ങൾ ചോദിക്കുന്നു. യേശു മൗനം പാലിക്കുന്നു. പീലാത്തോസ് ചോദിക്കുന്ന ചോദ്യം,
യേശുവെ, നീ എന്തേ മൗനം പാലിക്കുന്നത്? എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നിനക്കറിയാമോ? നീ എന്തേ മൗനം പാലിക്കുന്നെന്ന് ചോദിച്ചു. എന്തേ മിണ്ടാതിരിക്കുന്നത്? യേശു ക്രിസ്തു മിണ്ടി. ഇങ്ങനെയാ മിണ്ടിയത്: മേലിൽ നിന്ന് നിനക്ക് അധികാരം കിട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ലായിരുന്നു. വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വായിക്കണം പുസ്തകത്തിൽ നിന്ന്. യേശു പറഞ്ഞ വാക്ക് അന്നേരം യേശു മിണ്ടിയത്. യേശു അതുവരെ മിണ്ടിയില്ല. മിണ്ടാതിരുന്നപ്പോഴാണ് ചോദിച്ചത്, എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും വിട്ടയക്കാൻ അധികാരമുണ്ടെന്ന് നിനക്കറിയാമോ? യേശു കൊടുത്ത മറുപടി, മേലിൽ നിന്ന് നിനക്ക് അധികാരം കിട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഇനി മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളിൽ വരുന്നത് നീ കാണുമെന്ന് പറഞ്ഞു. എന്താ വാക്കിന്റെ അർത്ഥം? യേശു ക്രിസ്തു തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് എല്ലാ സ്ഥലത്തും മനുഷ്യപുത്രൻ എന്ന് മാത്രമേ പരിചയപ്പെടുത്താറുള്ളൂ. തന്നെ തന്നെ മനുഷ്യപുത്രനെ പരിചയപ്പെടുത്തുന്നു. ഇനി മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളിൽ വരുന്നത് നീ കാണുമെന്ന് പറഞ്ഞു. പിതാവാരെയും ന്യായം വിധിക്കുന്നില്ല, ന്യായവിധിയെല്ലാം പുത്രൻ നൽകിയിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു വെള്ളസിംഹാസനത്തിൽ ഇരിക്കുകയും യേശുവിന്റെ മുൻപിൽ വന്ന് പീലാത്തോസ് നിൽക്കുന്ന ഒരു രംഗം ഉണ്ടാവും. ആ രംഗം നിങ്ങളുടെ മനസ്സിലൊന്ന് ചിന്തിക്കാമോ? എൻ്റെ അഭിപ്രായം പറയാം. യേശു സിംഹാസനത്തിൽ ഇരിക്കുന്ന കാണുമ്പോൾ ഇവൻ ഏപ്പാടും. എന്താ കാരണം? മുന്നോട്ട് വരത്തില്ല. പണ്ടൊരിക്കലും ഇവൻ പറഞ്ഞതാ, തിരിച്ച് സിംഹാസനത്തിൽ ഇരുന്നു യേശുവിനെ അത് ഏറ്റവും വലിയൊരു കുറ്റവാളിയായി പിടിച്ചു നിർത്തിയ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ കേൾക്കൂ, ഇന്നൊരു പക്ഷെ നമ്മളെ പരിഹസിക്കുന്നവർ, നിന്ദിക്കുന്നവർ ഒക്കെ ഈ സമൂഹത്തിലുണ്ടെങ്കിലും ഇത് തിരിയാൻ പോവുക. നമ്മുടെ കർത്താവിന്റെ വരവ് ആസന്നമായി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, യേശു ക്രിസ്തു എന്ന് പറയുന്ന ഈ വ്യക്തി ആര് എന്ന് നാം ഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ മാത്രം ചുമതലകൾ ആയ സൃഷ്ടിപ്പ്, സംരക്ഷണം, പാപമോചനം, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പ്, പുനരുത്ഥാനം നൽകുക അല്ലെങ്കിൽ രൂപാന്തരം നൽകുക, നിത്യജീവൻ നൽകുക, ന്യായവിധി നടത്തുക എന്ന 7 കാര്യങ്ങളും യേശു ക്രിസ്തുവാണ് നടത്തുന്നത്. അതിന്റെ അർത്ഥം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവം തന്നെയാണ്. നെക്സ്റ്റ്, നിങ്ങൾ ശ്രദ്ധിക്കൂ. പഴയ നിയമത്തിൽ യഹോവ എന്ന് എഴുതി വെച്ചിരിക്കുന്നിടത്തെല്ലാം പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് 4ാമത്തെ ടോപ്പിക്ക്. നിങ്ങൾ തെറ്റിപ്പോരുത്. 1ാമത്തെ ടോപ്പിക്ക് ഡിവൈൻ നെയിംസ്, ദൈവിക നാമങ്ങൾ. 2ാമത്തെ ടോപ്പിക്ക് ഡിവൈൻ ആട്രിബ്യൂട്ട്സ്, ദൈവിക വിശേഷ ലക്ഷണങ്ങൾ. 3ാമത്തെ ടോപ്പിക്ക് നമ്മളിപ്പോൾ പഠിച്ചു, ഡിവൈൻ റെസ്പോൺസിബിലിറ്റീസ്, ദൈവിക ചുമതലകൾ. 4ാമത്തെ കാര്യം നോക്കൂ, ഓൾഡ് ടെസ്റ്റ്മെന്റിൽ, OT മീൻസ് ഓൾഡ് ടെസ്റ്റ്മെന്റ്, NT മീൻസ് ന്യൂ ടെസ്റ്റ്മെന്റ്. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ യാഹ്വേ എന്നെഴുതിയിട്ടുള്ളത് മുഴുവൻ, യഹോവ എന്നെഴുതിയിട്ടുള്ളത് മുഴുവൻ പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു ക്രിസ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. ചില തെളിവുകൾ വളരെ വേഗം തരാം. വായിക്കുന്നവർ റെഡിയാകണം. മാറി മാറി വായിക്കും. ഒരാൾ തന്നെ വായിക്കാതെ, ഒരാൾ ഒരു വാക്യം വായിക്കും, അടുത്ത വാക്യം വായിക്കും. മാറി മാറി വായിക്കും. അങ്ങനെയാണ് നോക്കിയേ. സങ്കീർത്തനം 102 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ഒരാളും, എബ്രായ ലേഖനം 1-ാം അധ്യായം 10 മുതൽ 12 വരെ മറ്റൊരാളും എടുത്താട്ടെ. 2 പേര് 2 വാക്യം എടുത്ത് എന്നിട്ട് ഒന്ന് വായിച്ചേ. സങ്കീർത്തനങ്ങൾ 102 24 27. എന്റെ ദൈവമേ, ആയുസിന്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുതേ എന്ന് ഞാൻ പറഞ്ഞു. നിന്റെ സംവത്സരങ്ങൾ തലമുറ തലമുറയായിരിക്കുന്നു. പൂർവകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും. അവ മാറിപ്പോകുകയും ചെയ്യും. നീയോ അനന്യനാകുന്നു. നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. കർത്താവേ, നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു. ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും.
ഓക്കെ, അവർക്കുണ്ടോ കർത്താവേ എന്നവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണെന്ന് അതിന്റെ മേളത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചതല്ലേ. ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലും പറഞ്ഞിരുന്നു. പുത്രനോടോ ദൈവമേ, 8-ാം വാക്യമാ. പുത്രന് വായിക്കണ്ട. പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു എന്ന് തുടങ്ങിയ അടുത്ത വാക്യ പറഞ്ഞിരിക്കുന്നത് കർത്താവേ നിന്റെ സംവത്സരങ്ങൾ തലമുറ തലമുറയായുള്ളതാകുന്നു. ശ്രദ്ധിക്കൂ. അപ്പൊ പഴയ നിയമത്തിൽ യഹോവ എന്ന് ഉപയോഗിച്ചു, പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു എന്ന് തന്നെ വ്യക്തമായി ഉപയോഗിച്ചിരിക്കുന്നു. അടുത്ത 2 വാക്യം ഞാൻ ഇട്ട് കഴിഞ്ഞു. യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം 3-4 വാക്യങ്ങൾ ഒരാൾ. മത്തായിയുടെ സുവിശേഷം 3:3 രണ്ടാമത്തെ ആളും എടുത്താട്ടെ. കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴി ഒരുക്കുവീൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിനൊരു പെരുവഴി നിരപ്പാക്കുവീൻ. ഓക്കെ, മരുഭൂമി വഴിക്ക് നമ്മുടെ ദൈവത്തിന് ഒരു വഴി ഒരുക്കുവിൻ. മത്തായി 3:3. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ വാക്കാവിത്, കർത്താവിന്റെ വഴി ഒരുക്കി അവന്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. കേട്ടോ, അവിടെ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, ദൈവത്തിന് വഴിയൊരുക്കുവിൻ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ എഴുതി പ്രവചനം. ന്യൂ ടെസ്റ്റ്മെന്റിൽ വന്നപ്പോൾ അത് കർത്താവ് എന്ന് മാറ്റിയത് കണ്ടോ. കർത്താവിന് വേണ്ടി വഴിയൊരുക്കുവിൻ. യെരമ്യാവിന്റെ പുസ്തകം 11-ാം അധ്യായം 20-ാം വാക്യം ഒരാൾ എടുക്കൂ. വെളിപ്പാട് പുസ്തകം 2:23 മറ്റൊരാൾ എടുക്കൂ. നീതിയുടെ ന്യായം വിധിക്കുകയും അന്തരംഗവും ഹൃദയവും ശോധന കഴിക്കുകയും ചെയ്യുന്ന സൈന്യങ്ങളുടെ യഹോവേ, നീ അവരോട് ചെയ്യുന്ന പ്രതികാരം ഞാൻ കാണുമാറാകട്ടെ. ഞാൻ എന്റെ വ്യവഹാരം നിന്നെ ബോധിപ്പിച്ചിരിക്കുന്നുവല്ലോ. ഓക്കെ, റെവലേഷൻ വെളിപ്പാട് പുസ്തകം. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും, ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. അപ്പൊ പഴയ നിയമത്തിനകത്ത് യഹോവ എന്ന് ഉപയോഗിച്ചു, പുതിയ നിയമത്തിൽ വന്നപ്പോൾ കർത്താവ് എന്ന് ഉപയോഗിച്ചിരിക്കുകയാണ്. യെശയ്യാ 60:19, ലൂക്കോസ് 2:30. യെശയ്യാ 60:19, ലൂക്കോസ് 2:30. ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവെട്ടം തരുന്നത് ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു. ഓക്കെ, ലൂക്കോസിന്റെ സുവിശേഷം 2:30. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. മതി. ശിമ്യോൻ യേശു ക്രിസ്തുവിനെ കയ്യിലെടുത്തിട്ട് പറയുന്ന വാക്കാ. അപ്പൊ ഇസ്രായേലിന്റെ മഹത്വമായവൻ എന്നവിടെ പറഞ്ഞത് യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലേ. എത്ര ക്ലിയർ ആണെന്ന് നോക്കിയേ. യെശയ്യാ 6-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഇപ്പുറത്തെ യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 37-38-ാമത്തെ വാക്യം. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക. ഓക്കെ, യോഹന്നാൻ സുവിശേഷം 12:38-37. ഇത് സംബന്ധിച്ച് നാം എന്തു ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി അവരെ വിട്ടു മറഞ്ഞു. അവർ കാണുക അവൻ ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാകുവാൻ ഇടവന്നു. അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം യെശയ്യാവ് വേറെ ഒരിടത്ത് പറയുന്നത്, അവൻ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചുമിരിക്കുന്നു. എത്ര ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നു ഉണ്ടോ. കണ്ണുകൊണ്ട് കണ്ടിട്ടും തിരിച്ചറിയാതിരിക്കുന്നു എന്ന് യെശയ്യാവിൽ എഴുതിയെടുത്ത് എല്ലാം അതേ വചനം ഇപ്പുറത്ത് വന്നപ്പോൾ അത് യേശു ക്രിസ്തുവിലേക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇവിടെ യെശയ്യാവ് 8-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വാക്യം. ഈ ജനം കൂട്ടുകെട്ട് എന്ന് പറയുന്നതിനൊക്കെയും കൂട്ടുകെട്ട് എന്ന് നിങ്ങൾ പറയരുത്. അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിച്ചു പോകുകയുമരുത്. സൈന്യങ്ങളുടെ യഹോവയെ ശുദ്ധീകരിപ്പിൻ,
അവൻ തന്നെ നിങ്ങളുടെ ഭയവും നിങ്ങളുടെ ഭീതിയും ആയിരിക്കട്ടെ. എന്നാൽ അവൻ ഒരു വിശുദ്ധ മന്ദിരമായിരിക്കും. എങ്കിലും ഇസ്രായേൽ ഗൃഹത്തിന് രണ്ടിനും അവൻ ഒരു ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയും യെരൂശലേം നിവാസികൾക്ക് ഒരു കുടുക്കും കെണിയുമായിരിക്കും. ഓക്കെ, ഫസ്റ്റ് പീറ്റർ 2:7-8 അവിടെ യഹോവ എന്ന് തന്നെ ഉപയോഗിച്ചു. ഇവിടെയോ? വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നു. ഓക്കെ, അപ്പൊ ഇടർച്ചക്കല്ലും തടങ്കൽപ്പാറയും ആകുമെന്ന് യെശയ്യാവിൽ എഴുതി വെച്ചു. ഇപ്പോഴത്തെ പത്രോസ് എഴുതി അത് യേശു ക്രിസ്തുവിലാണ് എന്നല്ല ക്ലിയർ ആയിട്ട് പറയുക. നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 21-ാം അധ്യായം 6-7 വാക്യങ്ങളിലേക്ക് നാം ഒന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്ന കാര്യം 1 കൊരിന്ത്യർ 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ ന്യൂ ടെസ്റ്റ്മെന്റിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു, അവ ജനത്തെ കടിച്ചു, ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. ഓക്കെ, ജനം മോശയുടെ അടുക്കൽ വന്ന്, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ യഹോവയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. ഓക്കെ, 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന് 9-ാം വാക്യമോ? അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. കണ്ടോ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം കണ്ടോ, കർത്താവിനെ പരീക്ഷിക്കരുത്. അപ്പൊ ഇത് വളരെ ക്ലിയർ ആണ്. ഞാൻ അതുകൊണ്ട് ഈ ചാർട്ടായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. സങ്കീർത്തനം 23-1 എനിക്കൊന്ന് പുസ്തകം നോക്കാതെ നമുക്ക് കാണാതെ പറയാൻ കഴിയുന്ന വാക്യമില്ലേ? യഹോവ എന്റെ ഇടയനാണ്. അത്രയും വായിച്ചാൽ മതി. യഹോവ എന്റെ ഇടയനാകുന്നു. യോഹന്നാൻ സുവിശേഷം 10-11 ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. മതി മതി മതി. ശ്രദ്ധിച്ചേ, യഹോവ എന്റെ ഇടയനാകുന്നു എന്നാണ് പഴയ നിയമത്തിൽ പറഞ്ഞത്. പുതിയ നിയമത്തിൽ യേശുവാണ് ഇടയൻ. ഞാൻ നല്ല ഇടയനാകുന്നു. എസെക്കിയേൽ പ്രവാചക പുസ്തകം 34-ാം അധ്യായം 11, 12, 18 3 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഒന്നെങ്കിലും ഒന്ന് വായിച്ചാൽ മതിയാവും. 34-11 യെഹെസ്കേൽ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ തന്നെ എന്റെ ആടുകളെ തിരിഞ്ഞു നോക്കും. ഒരു ഇടയൻ ചിതറിപ്പോയിരിക്കുന്ന തന്റെ ആടുകളുടെ ഇടയിൽ ഇരിക്കുന്ന നാളിൽ തന്റെ ആട്ടിൻകൂട്ടത്തെ അന്വേഷിക്കുന്നത് പോലെ ഞാൻ എന്റെ ആടുകളെ അന്വേഷിച്ചു. അവ മതി. ലൂക്കോസിന്റെ സുവിശേഷം 19:10 കാണാതെ പോയി തന്നെ തിരിഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. കണ്ടോ എത്ര ക്ലിയർ ആണെന്ന് നോക്കിയേ. ഒരിടയൻ ആടിനു വേണ്ടി തിരക്കി പോകുന്നുവെന്ന് എസെക്കിയേൽ 34 എഴുതി വെച്ചു. ലൂക്കോസിനകത്ത് അതെ ലൂക്കോസ് എഴുതി വെച്ചു. അതെ, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ശ്രദ്ധിക്കൂ, സക്കറിയ പ്രവാചക പുസ്തകം 9-ാം അധ്യായം 9-ാമത്തെ വാക്യം, മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം കൂടെ. യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായ കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. ഓക്കെ, മർക്കോസ് 11:8 അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ പറമ്പുകളിൽ നിന്ന് ചില്ലിക്കൊമ്പുകൾ വെട്ടി വഴിയിൽ വിതറി. മുമ്പും പിമ്പും. ഓക്കെ, ആ കോണ്ടെക്സ്റ്റ് മനസ്സിലായല്ലോ. അത് തന്നെ കോണ്ടെക്സ്റ്റ്, അത് തന്നെ. കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്നു എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. യേശു ക്രിസ്തു കഴുതക്കുട്ടി. 1-2 വാക്യം മുകളിലോട്ടോ താഴോട്ടോ നിങ്ങൾ അങ്ങ് വായിച്ച് നോക്കിയാൽ മതി. അതിനുവേണ്ടി ഞാൻ സമയം കളയുന്നില്ല. കോണ്ടെക്സ്റ്റ് അത് തന്നെ. അങ്ങനെയെങ്കിൽ നോക്കിയേ, കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വന്നവൻ യേശു ക്രിസ്തു അല്ലായിരുന്നു. സക്കറിയ പ്രവാചകൻ പ്രവചനാത്മാവിൽ എഴുതി അക്ഷരികമായി നിറവേറിയത് യേശു ക്രിസ്തുവിലാണ്. മാന്യ സഹോദരങ്ങളെ, ഞാൻ പറയുന്ന ആധികാരികമായിട്ട് നമ്മൾ ഒരാളോട് പറഞ്ഞു കൊടുക്കണം, എൻ്റെ യേശു ദൈവമാണെന്ന്. എൻ്റെ യേശു ദൈവമാണ് 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 10 പ്രാവശ്യം പറയുന്നതിൽ അർത്ഥമില്ല. പകരം ഈ വാക്യങ്ങൾ നമ്മൾ ബൈഹേർട്ട് ചെയ്യണം. നല്ല ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു കൊടുക്കണം. പഴയ നിയമത്തിലെ യഹോവ എന്ന് പറഞ്ഞതെല്ലാം പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവാണ്. യഹോവ ചെയ്യുന്ന എല്ലാ കാര്യവും യേശു ക്രിസ്തു ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ യേശു ക്രിസ്തു ദൈവമാണ്. 5-ാമത്തെ പാഠം, 5 പാഠങ്ങളാണ്. 5-ാമത്തെ പാഠം, ജീസസ് ക്രൈസ്റ്റ് ഈസ് വർത്തി ഓഫ് വർഷിപ്പ് എന്ന് പറഞ്ഞ അർത്ഥം തന്നെ
യേശു ക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യനാണ്. യേശു ക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യനാണോ? നമുക്ക് സംശയം ഉണ്ടാകാം, എല്ലാവർക്കും സംശയം ഉണ്ടാകാം. ഞാനീ പറയുമ്പോൾ തന്നെ ഇപ്പോഴത്തെ യഹൂദന്മാരും യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നവരല്ല. എന്നാൽ പത്രോസൊക്കെ യഹൂദനായിരുന്നു. അതിൽ യേശുവിനെ വിശ്വസിച്ചവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്. ജീസസ് ക്രൈസ്റ്റ് ഈസ് വർത്തി ഓഫ് വർഷിപ്പ്. നോക്കൂ, അങ്ങനെയെങ്കിൽ ഗോഡ് ഓൺലി ഈസ് വർത്തി ഓഫ് വർഷിപ്പ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി. ദൈവം മാത്രമേ ആരാധനയ്ക്ക് യോഗ്യതയുള്ള ആളുള്ളൂ, വേറെ ആരും ആരാധനയ്ക്ക് യോഗ്യതയുള്ളവരല്ല. സാത്താനെ എന്നെ വിട്ടുപോ എന്ന് പറഞ്ഞു. നിന്റെ ദൈവമായി കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. നോക്കണേ, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും കൂടെ എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പം ആരാധനയ്ക്ക് യോഗ്യൻ ദൈവം മാത്രമേ ഉള്ളൂ. അതാ ഞാൻ ഗോഡ് ഓൺലി എന്ന് എഴുതി. ദൈവം മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. വെളിപ്പാട് പുസ്തകത്തിനകത്തും അതേ കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് കേൾക്കുകയും കാണുകയും ചെയ്ത യോഹന്നാൻ എന്ന ഞാൻ തന്നെ കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അതെനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണു നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട്, അരുതേ, ഞാൻ നിന്റെയും നിന്റെ സഹോദരനായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്തിനത്രേ ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. യോഹന്നാന്റെ വെളിപ്പാടിൽ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ ഈ 22-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വരെ ലോകത്തിന് സംഭവിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും കണ്ണിന് മുമ്പിൽ കാണിച്ചു കൊടുത്ത ആ ദൂതനെ ഒന്ന് നമസ്കരിച്ചപ്പോൾ ദൂതൻ പറഞ്ഞെന്നെ നമസ്കരിക്കരുത്, ഞാൻ ആരാധനയ്ക്ക് യോഗ്യതയുള്ള ആളല്ല, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. അപ്പൊ ദൈവം മാത്രമേ ആരാധനയ്ക്ക് യോഗ്യതയുള്ളൂ, വേറെ ആരെയും ആരാധിക്കാൻ പാടില്ല. നമ്മൾ പഠിക്കുക, യേശു ആരാധനയ്ക്ക് യോഗ്യനാണോ? നമ്മൾ യേശുവിനെ ആരാധിച്ചാൽ പാപം ചെയ്യുന്നുണ്ടോ? നോക്കണേ, ദൈവം മാത്രം ആരാധനയ്ക്ക് യോഗ്യനെന്ന് ആദ്യത്തെ പോയിന്റ് നമ്മൾ തെളിയിച്ചു. ഇതിന്റെ പഠനം ശരിക്കും ഗ്രഹിക്കണേ. 2-ാമത്തെ സെക്ഷൻ, എനിവൺ ഹു ആക്സെപ്റ്റ്സ് വർഷിപ്പ് അതർ ദാൻ ഗോഡ് ഇസ് ഇമ്മീഡിയറ്റ്ലി പണിഷ്ഡ്. ആരെങ്കിലും ദൈവത്തെ അല്ലാതെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ അവർ ശിക്ഷയേറ്റിട്ടുണ്ട്. തെളിവ് നമ്പർ 1, എക്സാമ്പിൾ നമ്പർ 1, ലൂസിഫർ. ഏഷ്യാവ് 14:12 യഹസ്കേൽ 28:14 വിശദമായി കിടക്കുന്ന ഒരു കാര്യം. ഓ ലൂസിഫർ, ലൂസിഫർ ഇംഗ്ലീഷിലേ ഉള്ളേ, മലയാളത്തിലില്ല. ലൂസിഫർ എന്ന് മലയാളത്തിൽ ഒരു വാക്കേ ഇല്ല. മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് അരുണോദയ പുത്രനായ ശുക്രൻ എന്നാണ്. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തൊന്ന് വീണു, ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു. മതി. എങ്ങനെ വീഴാൻ കാരണം? അടുത്ത വാക്യം കൂടെ. ഞാൻ സ്വർഗത്തിൽ കയറുകയും എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കുകയും ഉത്തരദിക്കിന്റെ അത്യത്തിൽ നിന്ന് സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. അതിനകത്ത് എത്ര ഞാനുണ്ടെന്ന് ക്ലാസ് 10 മണിക്ക് ശേഷം നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിക്കണേ. ഈ ഞാൻ എന്നുള്ളതാ അവിടെ ഏറ്റവും വലിയ പ്രശ്നം. ആ ഹൃദയത്തിൽ എല്ലാവരും എന്നെ ആരാധിക്കണം, അത്യുന്നതനോട് ഞാൻ സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്, അവനെ വെട്ടി താഴെയിട്ടു. അവൻ ആരാണെന്ന് എസെക്കിയേൽ 28:14 കൂടെ കിടപ്പുണ്ട്. നീ ചിറകുവിടത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു, ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരിക്കുന്നു, നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യ സഞ്ചരിച്ചു പോന്നു, നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. കണ്ടോ എത്ര ക്ലിയർ ആണ് പറഞ്ഞിരിക്കുന്നത്. വെട്ടിയിടാൻ കാരണം അവൻ ആരാധന കൊതിയനായി മാറി. തമ്പുരാൻ അലിവ് കാണിച്ചില്ല, വെട്ടി താഴെയിട്ടു. അവൻ ദൈവസിംഹാസനത്തെ മറയ്ക്കുന്ന കെരൂബായിരുന്നു.
ഞാൻ 22:14 വായിക്കാൻ പറഞ്ഞുള്ളൂ, 14:15. അതിന്റെ ആ പാരഗ്രാഫ് നിങ്ങൾ വീട്ടിൽ ഇരുന്ന് വായിക്കണം. അവിടെ കിടക്കുന്നതെന്നു അറിയാം. അവൻ ചിറകൊന്ന് വിരിച്ചാൽ സമസ്ത ലോകവും അതെ പഞ്ചപുച്ഛമടയുമായിരുന്നു. അവന്റെ ആര ഭംഗിയോടെ വർണ്ണിച്ചിട്ടുണ്ട്. സൗന്ദര്യ സമ്പൂർണനായിരുന്നു, ജ്ഞാന സമ്പൂർണനായിരുന്നു, ഇതെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കൂ. നമ്പർ 2, നെബൂഖദ്നേസർ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 12 വർഷം കഴിഞ്ഞിട്ട് അവൻ ബാബേലിലെ രാജമന്ത്രത്തിന്മേൽ ഉലാവിക്കൊണ്ടിരുന്നു. ഇത് ഞാൻ എന്റെ മഹാത്മ്യത്താൽ എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹിതയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. ഈ വാക്ക് രാജാവിന്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായതെന്നാൽ നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. ഓക്കെ, ദാറ്റ്സ് ഇനഫ്. ഇവന്റെ വായിൽ നെബൂഖദ്നേസർ എന്ന് പറഞ്ഞാൽ ആരാന്ന് നിങ്ങൾക്കറിയാമോ? അതായത് ബാബിലോൺ രാജ്യത്തിന്റെ അധിപനായിരുന്നു നെബൂഖദ്നേസർ. നെബൂഖദ്നേസറിന്റെ ഭരണകാലം, നെബൂഖദ്നേസറാണ് അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങൾ ഒക്കെ വന്നാണല്ലോ ജെറുസലേം ദേവാലയം നശിപ്പിച്ചുകൊണ്ട് പോയതും ഒക്കെ നെബൂഖദ്നേസറാണ്. അതുകൊണ്ടാണ് സദ്ദാം ഹുസൈൻ പറഞ്ഞ ഐ ആം ദ സെക്കൻഡ് നെബൂഖദ്നേസർ എന്ന് ക്ലെയിം ചെയ്ത ഒരാളായിരുന്നു സദ്ദാം ഹുസൈൻ. ഈ നെബൂഖദ്നേസർ എന്റെ ധനമാഹാത്മ്യത്താൽ തീർത്ത മഹദിയാം ബാബേൽ അല്ലയോ ഇത് എന്ന് അവന്റെ വായിൽ നിന്ന് പറഞ്ഞ മാത്രയിൽ സ്വർഗത്തിനൊരു ദൂതൻ ഇറങ്ങി വന്ന് അവനെ അടിച്ചു. പിന്നത്തെ സംഭവം നിങ്ങൾ വീട്ടിൽ നിന്ന് ശാന്തമായിട്ട് വായിച്ചാൽ മതി. 7 വർഷം അവൻ പുല്ല് തിന്നുന്ന കാളയ്ക്ക് സദൃശനായി മാറി. അവന്റെ രോമങ്ങളെല്ലാം മൃഗത്തിന്റെ രോമമായി പെട്ടെന്ന് മാറി. അവൻ നേരെ കൊട്ടാരം വിട്ടു കാട്ടിൽ പോയി പാർക്കേണ്ടി വന്നു 7 വർഷം. ഞാൻ ഈ ചർച്ചകളിൽ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, നമ്മുടെ നെബൂഖദ്നേസറിന്റെ നേർന്ന് തമ്പുരാനൊരു വെട്ടിക്കഴിഞ്ഞപ്പം ഭാര്യ സഹോദരി കൊണ്ടുവന്ന് ചിക്കൻ ഫ്രൈ കൊടുത്തപ്പോൾ പറഞ്ഞു എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് വഴക്കുണ്ടാക്കി പ്ലേറ്റ് എല്ലാം വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി നേരെ പോയി പുളിമ്പൊടി തിന്നാൻ തുടങ്ങി, പുല്ല് തിന്നാൻ തുടങ്ങി. എന്താ കാര്യം? പുല്ല് തിന്നുന്ന കാളയ്ക്ക് സദൃശനാക്കി അവനെ 7 കൊല്ലം മാറ്റി. ഇത് അമ്മൂമ്മക്കഥയല്ല, കെട്ടുകഥയല്ല, ചരിത്രത്തിലെ യാഥാർത്ഥ്യമാണ് പ്രീതി. എന്തുകൊണ്ട്? ഈ ദൈവത്തിന് മഹത്വം കൊടുക്കാഞ്ഞത് കൊണ്ട്. പുതിയ നിയമത്തിൽ വല്ല തെളിവുണ്ടോ? അപ്പോസ്തലരുടെ പുസ്തകം 12-ാം അധ്യായം 20 മുതൽ 23 വരെ വായിക്കൂ. അതിന് നിങ്ങൾ പറയുക പഴയ നിയമത്തിലെ കഥയല്ലേ സാറ് പറഞ്ഞത്, 2 പുതിയ നിയമത്തിലേക്ക് നോക്ക്. അവൻ സോര്യരുടെയും സീദോന്യരുടെയും നേരെ ക്രുദ്ധിച്ചിരിക്കുമ്പോൾ രാജാവിന്റെ ദേശത്തുനിന്ന് തങ്ങളുടെ ദേശത്തിന് ആഹാരം കിട്ടി വരികയാൽ അവർ ഏക മനസ്സോടെ അവന്റെ അടുക്കൽ ചെന്ന് രാജാവിന്റെ പള്ളിയറക്കാരനായ ബ്ലസ്തോസിനെ വശത്താക്കി സന്ധിക്കായി അപേക്ഷിച്ചു. നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിൽ ഇരുന്ന് അവരോട് പ്രസംഗം കഴിച്ചു. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദമത്രേ എന്ന് ജനം ആർത്തു. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. ഇനിയും തെളിവ് വല്ലതും വേണോ പുതിയ നിയമത്തിൽ? എന്നാ തെളിവാന്ന് നോക്കി. ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് അവനെ അടിച്ചു. അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. പണ്ട് ഞാനൊരു കൺവെൻഷന് ഒരു പ്രസംഗം കേട്ടോണ്ടിരിക്കുമ്പോൾ പ്രസംഗിച്ച ആൾ പറഞ്ഞൊരു വാചകം എനിക്ക് വളരെ ഹൃദ്യമായിട്ട് തോന്നി. അദ്ദേഹം ഇങ്ങനെ പ്രസംഗത്തിനിടയ്ക്ക് പറഞ്ഞു, പ്രിയരെ, ദൈവത്തിന് മഹത്വം കൊടുക്കാഞ്ഞത് കൊണ്ട് അവൻ കൃമിക്കിരയായിട്ട് പ്രാണനെ വിട്ടു. സാധാരണ എല്ലാ മനുഷ്യരും പ്രാണനെ വിട്ടുകഴിഞ്ഞേ കൃമിക്കിരയാകത്തുള്ളൂ. പക്ഷേ ദൈവത്തിന് മഹത്വം കൊടുത്തില്ലെങ്കിൽ കുഞ്ഞേ, ആദ്യം നീ കൃമിക്കിരയാവും, പിന്നെ നീ മരിക്കത്തുള്ളൂ. എത്രയോ ദാരുണമാണ് ഈ സംഭവം എന്നൊന്ന് ഓർത്തു നോക്കി കേട്ടോ. അപ്പൊ ലൂസിഫർ, നെബൂഖദ്നേസർ, ഹെരോദ് ഇവരെല്ലാം സ്വയമായി ആരാധന ഏറ്റെടുത്തു. തമ്പുരാൻ അവരെ തകർത്ത് കളഞ്ഞു. നോക്കൂ, ഡിസൈപ്പിൾസ് ആൻഡ് ഏഞ്ചൽസ് ആർ റിജക്റ്റഡ് വർഷിപ്പ്. യേശുവിന്റെ ശിഷ്യന്മാരും ദൂതന്മാരും ആരാധന നിഷേധിച്ചു. അവരെ ആരാധിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെ ആരാധിക്കരുതെന്ന് പറഞ്ഞു. തെളിവുണ്ടോ? നോക്ക്. 1 പത്രോസ്, അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം
24-25 പത്രോസ് എന്താ പറഞ്ഞത്? പിറ്റേന്നാൾ കൈസരിയിലെത്തി അവിടെ കൊർന്നല്യോസ് ചർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടിവരുത്തി അവർക്കായി കാത്തിരുന്നു. പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നല്യോസ് എതിരേറ്റ് അവന്റെ കാൽക്കൽ വീണു നമസ്കരിച്ചു. പത്രോസോ, എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. നോക്കണം, ഒന്നാമത്തെ പോപ്പ് ആരാധന നിഷേധിച്ചയാളാ. കത്തോലിക്ക സഭ പറയുന്ന ഒന്നാമത്തെ പോപ്പാണ്. അങ്ങനെയെങ്കിൽ ഈ ഒന്നാമത്തെ പോപ്പിനെ ആരാധിച്ചപ്പോൾ എന്നെ ആരാധിക്കരുതെന്ന് പറഞ്ഞ് ആരാധന നിഷേധിച്ച ആളായിരുന്നു പത്രോസ്. ശ്രദ്ധിക്കൂ, കൊർന്നല്യോസ് എന്ന വിജാതീയൻ പത്രോസിന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചപ്പോൾ എന്നെ നമസ്കരിക്കരുത്, ഞാൻ നമസ്കാരത്തിന് യോഗ്യതയുള്ള ആളല്ല, നിന്നെപ്പോലെ തന്നെ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞു. നോക്കൂ, പൗലൂസ് എന്ത് പറഞ്ഞു? പൗലൂസ് പുസ്തകപ്രവൃത്തി 14-15 വാക്യം. ഇത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ച് പറഞ്ഞത്, പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യനത്രേ. നിങ്ങൾ ഈ വൃദ്ധാകാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കണ്ടോ, എത്ര ക്ലിയർ ആണ് പ്രിയരെ. പൗലോസ് ലീഹ, ബർന്നബാസ് ലീഹ, ഇവരെല്ലാം ആരാധന നിഷേധിച്ചവരാ. ഇവരെ ഒന്നും ആരാധിക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ അപ്പോസ്തലന്മാർ പോലും ആരാധനയ്ക്ക് യോഗ്യതയുള്ളവരല്ല. ഏഞ്ചൽസ് അതിന് വായിക്കണമെന്നില്ല, എന്നും നമ്മൾ വായിച്ചല്ലോ. ഒരു ദൂതനെ നമസ്കരിച്ചപ്പോൾ ദൂതൻ പറഞ്ഞല്ലോ, എന്നെ നമസ്കരിക്കുക. ഏഞ്ചൽസ് ആർ നോട്ട് വർത്തി ടു ബി വർഷിപ്ഡ്. ആരാധനയ്ക്ക് യോഗ്യതയുള്ളവരല്ല. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, യേശു ക്രിസ്തുവിനെ ജനങ്ങൾ ആരാധിച്ചപ്പോൾ യേശു അത് സ്വീകരിച്ചു. ഞാൻ പറഞ്ഞ പോയിന്റ് ശരിക്കും പഠിക്കണേ. യേശു ആരാധന സ്വീകരിച്ചപ്പോൾ നോക്കണം, നെബൂഖദ്നേസറോ ഹേരോദോ ആരാധന സ്വീകരിച്ചപ്പോൾ ഉടൻ തന്നെ സ്വർഗത്തിലെ ദൂതൻ വന്ന് അടിച്ചെങ്കിൽ, യേശു ക്രിസ്തു ആരാധന സ്വീകരിച്ചത് തെറ്റായിരുന്നുവെങ്കിൽ ഉടൻ തന്നെ ദൈവത്തിന്റെ ദൂതൻ വന്ന് യേശുവിനെ അടിച്ചേനെ. യേശു താൻ ആരാധന സ്വീകരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം-അധ്യായം 13-ാമത്തെ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. കണ്ടോ, നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, ഞാൻ അങ്ങനെ തന്നെ ആകുന്നു, അത് നിങ്ങൾ പറഞ്ഞ ശരിയാണോ? കണ്ടോ, യേശു ആരാധന സ്വീകരിച്ചു. അപ്പോൾ സൃഷ്ടി അല്ലായിരുന്നു യേശു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. മത്തായിയുടെ സുവിശേഷം 14:33. പടകിലുള്ളവർ, നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. കേട്ടോ, നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ നമസ്കരിക്കുവാനിടയായി തീർന്നു. ശിഷ്യന്മാരെല്ലാം യേശുവിനെ നമസ്കരിച്ചപ്പോൾ യേശു നമസ്കാരം സ്വീകരിച്ചു. ആ സ്വീകരിച്ചപ്പോൾ യേശു ചെയ്തത് തെറ്റായിരുന്നുവെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്നേനെ. നെക്സ്റ്റ് വൺ, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം-അധ്യായം 8-ാം വാക്യം. ലൂക്ക് 5:8. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു, കർത്താവെ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. ഓക്കെ, ദാറ്റ്സ് ഇനഫ്. ബാക്കി വാക്യങ്ങൾ ഇതിനകത്തുണ്ടല്ലോ, നിങ്ങൾക്ക് പിന്നീടാണേലും നോക്കാമല്ലോ. അങ്ങനെയെങ്കിൽ നോക്കിയേ, നെക്സ്റ്റ്, ഇറ്റ് വാസ് ഗോഡ്സ് വിൽ ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഷുഡ് ബി വർഷിപ്ഡ്. യേശു ക്രിസ്തു ആരാധിക്കപ്പെടണം എന്നുള്ളത് പിതാവിന്റെ ഇഷ്ടമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം-അധ്യായം 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. യോഹന്നാന്റെ സുവിശേഷം 5:22. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പിതാവിനെ എല്ലാവരും ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കണം. അതിന്റെ അർത്ഥം എന്നതാണ്? പിതാവിനെ എല്ലാവരും ആരാധിക്കുന്നത് പോലെ പുത്രനെയും എല്ലാവരും ആരാധിക്കണം. പുത്രൻ ആരാധിക്കപ്പെടണം എന്നുള്ളത് പിതാവിന്റെ ഇഷ്ടമാണ്. It was God's will that Jesus Christ should be worshipped.
പുത്രൻ ആരാധിക്കപ്പെടണമെന്നുള്ളത് പിതാവിന്റെ ഇഷ്ടമാണ്. നെക്സ്റ്റ് വൺ, ഫിലിപ്പിയ ലേഖനം 2:10 വാക്യം, അത് വായിക്കണമെന്നില്ല, നമുക്കറിയാം. എല്ലാ മുഴങ്കാലും മടങ്ങും, എവരി നീ ഷാൽ ബൗ, എവരി ടങ് കൺഫസ്, എല്ലാ നാവും ഏറ്റുപറയും യേശു ക്രിസ്തുവാണ് കർത്താവെന്ന് പറയേണ്ടി വരും. നോക്കൂ, ഫസ്റ്റ് ചർച്ച് വാസ് വർഷിപ്ഡ് ആൻഡ് പ്രേഡ് ടു ജീസസ് ക്രൈസ്റ്റ്. ആദിമസഭ യേശുവിനെ ആരാധിക്കുകയും യേശുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 13-2 വാക്യം. അപ്പോസ്തലപ്രവൃത്തി 13:2. അവൻ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. കണ്ടോ? മതി, മറ്റേ വാക്യങ്ങൾ വായിക്കണമെന്നില്ല, നിങ്ങൾ വായിക്കുമ്പോൾ കിട്ടും. അവിടെ യേശുവിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. 1-14-15 വാക്യങ്ങൾ തന്നെ കിടക്കുന്നത്. യേശുവിന്റെ ശിഷ്യന്മാരെല്ലാവരും, അപ്പോൾ തന്നെ അമ്മ മറിയം, ഇവരെല്ലാവരും യേശുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നല്ലേ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആരും മറിയോടല്ല പ്രാർത്ഥിക്കുന്നത്, യേശുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ജീസസ് ക്രൈസ്റ്റ് ഈസ് വർഷിപ്ഡ്. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. റെവലേഷൻ 5:8-9 വാക്യം കൂടെ ഒന്ന് വായിച്ച് 1-2 മിനിറ്റ് മാക്സിമം. ഞാൻ എൻ്റെ സബ്ജക്ട് ഇത് നാളത്തേക്ക് മാറ്റി വെക്കണ്ടല്ലോ. വെളിപ്പാട് 5-ാം അധ്യായത്തിനകത്ത് 8-ാം വാക്യത്തിൽ എന്താണ് നമ്മൾ കാണുന്നത്? വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. 12-ാമത്തെ വാക്യം. അവൻ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ടു. കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. 13. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയിലും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിന് സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. മതിയല്ലോ, ഇതിൽ കൂടുതൽ എന്തുവാ നമുക്ക് വാക്യം വേണ്ടിയത്? സമസ്ത ലോകവും ഒരുപോലെ സ്വർഗസിംഹാസനം കണ്ട അതെ വെളിപ്പാടുകാരൻ യോഹന്നാൻ സ്വർഗസിംഹാസനം കണ്ടു. 4-5 അധ്യായം സ്വർഗസിംഹാസനമാണ്. ആ സ്വർഗസിംഹാസനം കണ്ടു. 5-ാം അധ്യായത്തിൽ വരുമ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്നതിന് വലങ്കയിൽ ഒരു പുസ്തകം ഇരിക്കുന്നു. ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ തീരാധാരമാണ്. ആ ഭൂമിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ആര് പുസ്തകം വാങ്ങിക്കും എന്ന് പറഞ്ഞ് ഞാൻ നിലവിളിച്ച് ഞാൻ പൊട്ടിക്കരഞ്ഞു എന്നായിരിക്കുന്നു യോഹന്നാൻ. ഉടനെ ഒരു ദൂതൻ വന്ന് അവന്റെ മേൽ തട്ടിയിട്ട് പറഞ്ഞു, യോഹന്നാൻ നീ കരയണ്ട, യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ അതെ ഇതിന്റെ മേൽ ജയം പ്രാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ വരുന്നത് ഞാൻ കണ്ടു. ആ കുഞ്ഞാട് വന്നപ്പോൾ സമസ്ത ലോകവും ആദരിച്ചുകൊണ്ട് വീണകൾ മീട്ടിക്കൊണ്ട് എഴുന്നേറ്റുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പിൽ നമസ്കരിക്കുന്നു. നമസ്കരിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നുള്ളവരായ ഞങ്ങളെ നീ വിലയ്ക്ക് വാങ്ങി. ഞങ്ങൾ ഭൂമിയിൽ വാഴുന്നു എന്ന പുതിയൊരു പാട്ട് ഞങ്ങൾക്ക് തന്നു. തീർന്നില്ല. അതിന്റെ 12-13 വാക്യത്തിൽ സമസ്ത ലോകം ഒരുപോലെ ആരാധിക്കുന്ന ഒരുവനാണ് യേശു ക്രിസ്തു എന്ന സത്യമൊന്ന് ഓർത്തു നോക്കൂ. യേശു ക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യനാണ്. 5-ാമത്തെ പാഠം കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യൻ. നമ്മുടെ കർത്താവ് ദൈവിക ചുമതലകൾ ചെയ്യുന്നവനായതുകൊണ്ട് താൻ സാക്ഷാൽ ദൈവിക ചുമതലകൾ ചെയ്തവൻ. നമ്മുടെ കർത്താവ് പഴയ നിയമത്തിൽ യഹോവ എന്ന് പറഞ്ഞത് എല്ലാം പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവാണ്. മാത്രമല്ല ദൈവത്തിന്റെ വിശേഷ ലക്ഷണങ്ങൾ മുഴുവൻ യേശുവിലുണ്ട്. തീർന്നില്ല. ദൈവിക നാമങ്ങളാണ് യേശുവിന് ഉപയോഗിച്ചത്. ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ത്? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മാത്രം ദൈവം. ആ യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്, യേശുവിനെയാണ് നമ്മൾ സ്തുതിക്കുന്നത്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഹാൻഡ് ഓവർ ടു പാസ്റ്റർ ഷാജി കെ ഡാനിയൽ.
Praise the Lord. ഈ നല്ല രാത്രിക്കായിട്ട് വീണ്ടും കർത്താവിനെ സ്തുതിക്കാം. കർത്താവിന്റെ ദാസനിലൂടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക വചനം പഠിക്കുവാൻ നമുക്കിടയാക്കിയതോർത്ത് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു പി തോമസിനെ ദൈവം വീണ്ടും അഭിഷേകത്തോടെ നിർത്തി അനേക കാര്യങ്ങൾക്ക് പ്രയോജനമുള്ളവരായി തീരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഇന്ന് രാത്രിക്കാലം നമ്മൾ കേട്ട വചനങ്ങൾ വളരെ ശ്രദ്ധയോടെ നമുക്ക് കരുതാം. ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥനയോടും ആശീർവാദത്തോടും ഇന്ന് രാത്രികാലം കടന്നു പോകാം. കർത്താവിന്റെ ദാസി സിസ്റ്റർ മായ ഫ്രം അയർലൻഡ് അൺമ്യൂട്ട് ചെയ്തൊന്ന് പ്രാർത്ഥിക്കാമോ? ഓക്കെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങൾ ഏറ്റവും വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധനെ എഴെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുറവ് ഓർക്കരുത്, കുറവ് കുറ്റലംഘനങ്ങളൊന്നും പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിന് വിടുതലിന് തടസ്സമായി തീരുവാൻ അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതിനാൽ സ്തുതിക്കുന്നു. കർത്താവെ, പഠിപ്പിച്ച സാറിന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷ ബുദ്ധിയാൽ, വിശേഷ ജ്ഞാനത്താൽ, വിശേഷ പരിജ്ഞാനത്താൽ അനേകർക്ക് കർത്താവെ പ്രയോജനപ്പെടത്തക്ക രീതിയിൽ കർത്താവെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണം. കേട്ട കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. രുതിയുടെ ഹൃദയം തുറന്നതുപോലെ കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണം. കർത്താവെ, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി കർത്താവെ അത് പ്രയോജനപ്പെടുവാൻ അവിടെ ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഫാക്കൽറ്റി മെമ്പേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന സകലർക്കായി പ്രാർത്ഥിക്കുന്നു. നാളെ നടക്കുന്ന ഓറിയന്റേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സർവസ്ത വിഷയങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിലെ ക്രോശങ്ങളെ ക്ഷമിക്കണം. സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സിസ്റ്റർ മായ. താങ്ക് യു ഫോർ പ്രേയിങ്. നമ്മൾ ഇന്നലെ കേട്ടതുപോലെ നാളെ നമുക്ക് ചാപ്പൽ സർവീസ് ഉണ്ടായിരിക്കുന്നതല്ല. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ലാലുവിന്റെ ഓർഡിനേഷൻ സർവീസ് നിങ്ങൾക്ക് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ വാച്ച് ചെയ്യുവാനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അത് നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾ പ്രാർത്ഥനയോടെ വാച്ച് ചെയ്യുവാൻ സാവകാശമുണ്ടെങ്കിൽ വാച്ച് ചെയ്യുക. കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് രാത്രികാലം കടന്നു എല്ലാവരെയും കർത്താവ് വീണ്ടും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. നല്ല ഉറക്കത്തെ തരട്ടെ. ദൈവം നിങ്ങളെ ആശീർവദിക്കട്ടെ. പ്രാർത്ഥന ആശീർവാദത്തോടെ കടന്നു പോകാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായ്മയും കാവലും നമ്മൾ ഓരോരുത്തരോടു കൂടെയും ഇന്ന് വചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസനോട് കൂടെയും വചനം പഠിച്ച എല്ലാ ദൈവമക്കളോട് കൂടെയും നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളോടുകൂടെയും നമ്മുടെ ബൈബിൾ കോളേജിനോട് കൂടെയും ഇന്നു മുതൽ എന്നേക്കും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തു യേശുവിൽ നിന്ന് കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. God bless you all. Have a blessed night. God be with you.